കെ.എൻ. ബാലഗോപാലിൻ്റെ ഒരു ആശയമല്ല കിഫ്ബി, അത് തോമസ് ഐസക്കിൻ്റെ ആശയമാണ്. അപ്പോൾ അതിനെതിരായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനും പറ്റുന്നില്ല, അതാണ് ബുദ്ധിമുട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രായോഗികത കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ബജറ്റിലെ പറയുന്ന വലിയ വലിയ കണക്കുകൾ, ആ കണക്കുകൾ യാഥാർത്ഥ്യവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, ആ കണക്കുകളിൽ എത്രത്തോളം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കണക്കുകൾ അപ്പുറത്തേക്ക് ചെലവ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ആകെ കൂടി താറുമാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് പൊള്ളയായ ബജറ്റ് എന്നൊക്കെ വാചകത്തെ എടുക്കേണ്ടതില്ല എങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ മാതിരി വലിയ പ്ലാൻ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഇതേപോലെ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചു. ഈ ഗവർണറുടെ അസന്റിന് കിട്ടും മുമ്പ് തന്നെ പ്ലാൻ കട്ട് ചെയ്തു, 50% കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പോഴേ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ധനമന്ത്രിയോട് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ട്. പല പദ്ധതികളിലും വച്ചിരിക്കുന്ന തുക അതിൽ പകുതി പോലും ചെലവഴിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്കുകളുണ്ട്. ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ 1160 കോടിയാണ് ഇത്തവണ വകയിരുത്തിയത്. കഴിഞ്ഞ വർഷം 692 കോടി വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ചെലവഴിച്ചത് വെറും 25%. അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് ഇത്തവണ 100 കോടിയാണല്ലോ. കഴിഞ്ഞ തവണത്തെ 50 കോടിയുടെ ഇരട്ടി ആണ്. പക്ഷേ കഴിഞ്ഞ തവണ എത്രയാണ് ചെലവഴിച്ചിരിക്കുന്നത്? 20%. അപ്പോൾ ഈ വലിയ കണക്കുകൾ പറയുന്നതിൽ എന്താണ് അർത്ഥം? എന്തുകൊണ്ട് ചെലവഴിച്ചില്ല എന്ന ചോദ്യമുണ്ടല്ലോ, അതിലൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്.